ഒരു മനുഷ്യനെ പറ്റി നമ്മൾ കളിയാക്കുക, അവനെ കുറ്റപ്പെടുത്തുക. പക്ഷെ അവൻ ചെയ്ത പാപം, അവൻ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്ത് അവൻ നല്ല മുഅ്മിനായ മനുഷ്യനായി മാറിയിട്ടുണ്ട്. അവൻ്റെ പാപം അള്ളാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്കറിയില്ലല്ലോ. ഞാൻ ഓനെ ആ പണ്ട് ചെയ്ത തെറ്റിനെ പറ്റി ആൾക്കാരോട് പറയുവാൻ അങ്ങനത്തെ കുറച്ച് കുടിയനാണ്, പിന്നെ വേണ്ടാത്ത എല്ലാ പ്രവൃത്തിയിലും ഉണ്ടാവും, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അത് കഠിനമായ തെറ്റാണ് എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ആ പാപം മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മിലേക്ക് അത് വരാൻ സാധ്യതയുണ്ട്. അവൻ ചെയ്ത ആ പാപം കാരണം അവനെ തൗബ ചെയ്ത് നന്നായ ഒരുത്തനെക്കുറിച്ച് നമ്മൾ കുറ്റപ്പെടുത്തിയാൽ, അപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനുള്ള വകുപ്പ് നമുക്കില്ല മുഅ്മിനീങ്ങളെ. ഒരാളെയും, സ്വന്തം ഭാര്യനായാലും ശരി, മക്കളായാലും ശരി, പിന്നല്ലേ നാട്ടുകാരെ പറ്റി, പിന്നല്ലേ സുഹൃത്തുക്കളെ പറ്റി, എല്ലാമായ ഒന്നാണ്, നമ്മളെ സ്വത്താണ് നമ്മുടെ മക്കൾ. ആ മോനെ പറ്റി പോലും ഒരാളുകളുടെ ഇടയിലിട്ട് വഷളാക്കുകയോ കുറ്റപ്പെടുത്തുകയോ അവനെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതിനൊന്നും നമുക്ക് അവകാശമില്ല. പിന്നെ മക്കൾ നന്നാവണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ട ഉസ്താദ് എന്നായിരിക്കും പിന്നെ ചോദ്യം. അത് പറയേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കണം, സൗമ്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം, മിതമായിട്ട് പറഞ്ഞു കൊടുക്കണം, ഒന്നും ഓവറാവാതെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ആ നല്ല സ്നേഹത്തിലൊരു മകനോട് നമ്മൾ പ്രവർത്തിച്ച് ജീവിച്ച് കാണിച്ചാൽ പിന്നെ നമ്മൾ പറഞ്ഞാൽ കുട്ടി കേൾക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളെ സ്നേഹിക്കണ മക്കളും സ്നേഹിക്കണം, നമ്മൾ അങ്ങോട്ടും സ്നേഹിക്കണം, അത് വേറെ വിഷയം. അപ്പോൾ മഹാനായിരിക്കുന്ന ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന മിനൽ ഖിയാന, വഞ്ചനയിൽപ്പെട്ടതാണ്, അൻ തുഹദ്ദിസ ബിസിർരി അഖീഖ്, നിന്റെ സുഹൃത്തിൻ്റെ സിറിനെ വെളിപ്പെടുത്തൽ അത് വഞ്ചനയാണ്, കൊടും വഞ്ചനയാണ്. ഒരിക്കലും നീ എന്താവരുത്, ഒരാളുടെയും സിറിനെ നമ്മൾ വെളിപ്പെടുത്താൻ പാടില്ല.